ആൽവിൻ ഉണ്ട് നമുക്കിപ്പം ഇടുക്കിയിൽ നിന്ന്. ആൽവിൻ, ഈ നേരത്തെ തന്നെ ED ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെ ശേഖരിച്ചിരുന്നു. കോടികളുടെ ഇടപാടാണ്, കള്ളപ്പണ സാധ്യത വരാനുള്ള സാധ്യതയും ഏറെയാണ്, കള്ളപ്പണ ഇടപാട് നടക്കാനുള്ള സാധ്യതയും ഏറെയാണ്. ഇടുക്കിയിൽ നിന്ന് വിവിധങ്ങളായ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ പരിശോധന അവിടെ ഏത് രീതിയിലാണ്? ശ്രീലക്ഷ്മി, ഏതാണ്ട് 1 മണിക്കൂർ നേരമായി ഇവിടെ ഇടുക്കി തൊടുപുഴയ്ക്കടുത്ത് കോളപ്രയിലെ അനന്തുവിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള 5 അംഗ സംഘമാണ് റെയ്ഡ് നടത്തുന്നതിന് മുമ്പ് 7-ാം മൈലിലുള്ള ഓഫീസിലും റെയ്ഡ് നടത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പണമിടപാടുകളും അന്വേഷിക്കുക എന്ന് തന്നെയാണ് ED ലക്ഷ്യം വയ്ക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ED ഈ പകുതിയിലെ തട്ടിപ്പ് കേസ് ഏറ്റെടുക്കുന്നത്. ക്രൈംബ്രാഞ്ചിന് പുറമെ ED കേസ് ഏറ്റെടുക്കുകയായിരുന്നു. അതേ തുടർന്ന് തന്നെ വിവിധങ്ങളായ ഇടങ്ങളിൽ നോട്ടീസുകൾ നൽകി ED തുടർ നടപടികൾ ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ഇടുക്കിയിലെ അനന്തകൃഷ്ണൻ്റെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് ഉള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ അനന്തകൃഷ്ണൻ്റെ വീടിന് മുമ്പിലാണ്. ഈ വീട്ടിൽ നമ്മളൊന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം അന്ന് ഇവിടെ എത്തിയപ്പോഴും അന്നിവിടെ ആളുകളാരും ഉണ്ടായിരുന്നില്ല. ഇന്ന് അനന്തകൃഷ്ണൻ്റെ സഹോദരി ഭർത്താവ് എത്തിയാണ് ഈ ഉദ്യോഗസ്ഥർക്കായി വീട് തുറന്നു നൽകിയിട്ടുള്ളത്. ഇവിടെ ആളുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. പക്ഷേ നമ്മളന്ന് വന്നപ്പോൾ ആരെയും കണ്ടിരുന്നില്ല. അന്ന് അയൽവക്കക്കാരായ ആളുകൾ കൂടി നമുക്ക് ഇത് സംബന്ധിച്ച പ്രതികരണമൊക്കെ നൽകിയിരുന്നു. ഇന്നിപ്പോൾ ഈ ഉദ്യോഗസ്ഥരെത്തി ഇപ്പോൾ ഇവിടെ റെയ്ഡ് നടത്തുകയാണ്. EDയുടെ റെയ്ഡ് നടത്തുകയാണ്. ഈ സ്വാഭാവികമായും ഈ അനന്തവുമായി ബന്ധപ്പെട്ട മുഴുവൻ പരാതികളും ED പരിശോധിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വരുന്ന ദിവസങ്ങളിൽ പരാതിക്കാരിൽ നിന്ന് മൊഴിയെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനുവേണ്ട നടപടികൾ ED സ്വീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലയിടങ്ങളിലും ഈ അനന്തകൃഷ്ണൻ നടത്തിയ ഇടപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വന്ന പണമിടപാടുകൾ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ED ശ്രമിക്കുന്നത്. അതിന് പലയിടങ്ങളിൽ വിവിധ ബാങ്കുകളിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇത് ഈ അനന്തുവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അടക്കമുള്ളവ മുഴുവൻ എടുത്ത ശേഷമായിരിക്കും അത്തരം പരിശോധനകളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് സംസ്ഥാന വ്യാപകമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന റെയ്ഡുകളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അനന്തകൃഷ്ണൻ്റെ വീട്ടിൽ ഇപ്പോൾ ഈ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ നേരം പിന്നിട്ട് കഴിഞ്ഞു. കൊച്ചിയിൽ നിന്നുള്ള 5 അംഗ യൂണിറ്റാണ് ED സംഘമാണ് ഇവിടെ എത്തി ഇപ്പോൾ റെയ്ഡ് നടത്തുന്നത്. ഈ അനന്തു മുമ്പ് ഈ ലാപ്ടോപ്പ് വാങ്ങിയതും സ്കൂട്ടർ വാങ്ങിയതുമായ ഇടങ്ങളും ഷോറൂമുകളിലുമൊക്കെയും ഇത്തരത്തിൽ റെയ്ഡിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ പ്രധാന ഒരു സംഭവം ഈ പകുതിയിലെ തട്ടിപ്പ് നടത്തിയിരുന്നത് വളം നൽകിക്കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു. വളം ഡിപ്പോയിലും അടക്കം റെയ്ഡ് നടത്താനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഹൈറേഞ്ചിലുള്ള ഒരു പ്രമുഖ വളം ഡിപ്പോ കേന്ദ്രത്തിലും ഒരുപക്ഷെ ED വരുന്ന ദിവസങ്ങളിൽ റെയ്ഡ് നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ അനന്തകൃഷ്ണനുമായി ബന്ധപ്പെട്ട മുഴുവൻ ബാങ്ക് ഇടപാടുകളും പരിശോധിക്കുകയാണ്, മുഴുവൻ പണമിടപാടുകളും പരിശോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇത് കള്ളപ്പണ സാധ്യത ഇതിനകത്തുണ്ടോ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ED പരിശോധിച്ച് വരുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ ഏതാണ്ട് 1 മണിക്കൂർ നേരമായി കോളപ്രയിലെ വീട്ടിൽ ഇപ്പോൾ അനന്തുവിൻ്റെ വീട്ടിൽ ED സംഘം പരിശോധന തുടരുകയാണ്. ശരി ആൽവിൻ.